ഗായ്സ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ കൊള്ളിക്കച്ചുണ്ടാക്കിയാൽ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് മല്ലിച്ചപ്പും മുളക് പൊടിയും ഈത്തപ്പഴത്തിലൊക്കെ ഞാൻ എടുത്തത് ഉണക്കമുന്തിരി പുളിയുമാട്ടാ. പിന്നെ അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ പുളി ഇട്ട് കൊടുക്കുക. ഞാൻ ഈത്തപ്പഴം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തത് ഉണക്കമുന്തിരിയാട്ടാ. പിന്നെ മുളക് പൊടി നോക്കിയിട്ടിടാൻ ഇച്ചിരി എരിവ് കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. ഞാൻ കുറച്ച് പുളിവെള്ളം വീട്ടുന്നുണ്ട്, എന്ന് വെച്ചാൽ ടേസ്റ്റാണത്. അരിച്ചെടുത്തപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നത് ഉപ്പിട്ടില്ല എന്നുള്ള. ഉപ്പും പഞ്ചസാരയും വേണം. പിന്നെ വീണ്ടും തുറന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ ഇത് നോക്കിയിട്ടിടുക. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സിയിൽ നല്ലോണം കറക്കിയെടുത്തതിന് ശേഷം നമ്മളെ കൊള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പിട്ട് ഭയങ്കര ടേസ്റ്റാണ് അതിനിട്ട് കൊടുത്താൽ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ കാര്യമേ ആ മസാല അതിലേക്കൊന്ന് വീഴ്ത്തി കൊടുക്കുക. നല്ലോണം ഒന്ന് ഒരിക്കലും നമ്മൾ സ്പൂണൊക്കെ കൊണ്ട് ഇളക്കുക, നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കുക. അതാണ് ഇതിൻ്റെ ഇത് മിക്സ് ആയിട്ട് ആ ടേസ്റ്റ് വരുള്ളൂ. നല്ലോണം ഒന്ന് അതിനൊക്കെ നല്ലോണം മിക്സ് എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്.